അതുപോലെ നീളം കൂടിയ ഒരു സ്ലൈഡിംഗ് ആയിട്ടാണ് മുൻവശത്തായി കൊടുത്തിരിക്കുന്നത്. നല്ലൊരു 20 അടിയോളം വീതിയുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഇന്നോവ പോലുള്ള വാഹനങ്ങളെ കയറ്റി നിർത്താട്ടോ. ഇത് ബോർവെല്ലിൻ്റെ കിണറാണ് ഇവിടെ കണ്ടത്. ഇതിന് നമ്മൾ കളർ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഇതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടാണ് വീട് കൈമാറുക. വെള്ളത്തിൻ്റെ ഇവിടെ ഓപ്പൺ വെല്ല, ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ. ഫുൾ ലെങ്ത് കിണർ തന്നെയാണ്. അതൊന്ന് ഹാഫ് ആക്കിക്കുക, വണ്ടി ഒന്ന് കയറി കൂടുതൽ കാറുകൾ കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. എത്ര വലിയ വേനൽക്കാലം വന്നാൽ വെള്ളം പറ്റൂല, അപ്പോൾ എത്ര വലിയ പ്രളയം വന്ന വെള്ളം കയറാത്ത അത്ര നല്ലൊരു അടിപൊളി ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിലാണ്. ടച്ച് വർക്കാണ്, നല്ല കളർഫുള്ളായിട്ട് ടച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ LED ബൾബുകളും വെച്ചിട്ടുണ്ട്. 2 സൈഡിലൊക്കെ ഫുൾ ലെങ്ത്തിൽ ടച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാനൈറ്റ് ബോർഡറായിട്ട് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡബിൾ പാളി ഡോറ് തേക്ക് വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കയറി വരുന്ന ഒരു ലിവിങ് ഹാളാണിത്. വീതി കൂടിയ ഒരു മാർബിൾ ഡിസൈനിലുള്ള ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ട. അതുപോലെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള വിൻഡോസും കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്ത് ഹോൾ സീലിംഗ് ഫുൾ ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട്. നല്ല കളർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് BLDC 2 ഫാൻ വെച്ചിട്ടുണ്ട്. അതായത് നീളം ഇത്തിരി വലിപ്പമുള്ള കാരണേ ലിവിങ് ഹാള് 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ നല്ലൊരു അടിപൊളി TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ലിവിങ് ഹാള്. ലിവിങ് ഹാളിനോട് ചേർന്നിട്ട് ഈ ഒരു സൈഡിലാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോക്സി മാത്രമാണ് ഇവിടെ ബാലൻസ് ആയിട്ട് വരുന്നത്. ഇവിടെയും ഹോൾ സീലിംഗ് നല്ല കളർഫുൾ ചെയ്തിട്ടുണ്ട്. BLDC ഫാൻ, റിമോട്ട് കൺട്രോൾ ഫാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്താണ് വാൾ ഡ്രോപ്സ് കൊടുത്തിരിക്കുന്നത്. UV ഷീറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡ്രസ്സിംഗ് യൂണിറ്റ് അടക്കമുള്ളത്. തൊട്ട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനോട് കൂടിയിട്ടാണ് എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റ്, അപ്പോക്സിയാണ് ടൈല്, വാൾ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡ് അടിഭാഗത്തൊക്കെ മറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാണാം ലിവിങ് ഹാളിൽ നിന്ന് നല്ലൊരു അടിപൊളി ആർച്ചോട് കൂടിയിട്ട് LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായ ഒരു ആർച്ചോട് കൂടിയിട്ടാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. അതേ കളർഫുൾ മാച്ചിങ്ങിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടൈല് കൊടുത്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാളാട്ടോ കൊടുത്തിരിക്കുന്നത്. അവിടെ ഈ ഒരു സൈഡിൽ കണ്ട ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ചുമരിലാണ് ടച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ടച്ച് വർക്കാണ്. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ ഇവിടെയും ഹോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. BLDC ഫാനും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് ഭാഗത്ത് നിന്ന് കിടക്കുന്ന വാഷേരിയാണിത് കണ്ട. ഈ ഒരു ഭാഗത്താണ് വാഷേരി കൊടുത്തത്.